അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ ബഖറയിലെ 36-ാമത്തെ ആയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി നമുക്ക് ഇനി പഠിക്കാൻ അവശേഷിക്കുന്നുണ്ട്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ വഖുൽനാ ഹ്ബിതു ബഅലുകും ലിബഅലിൻ അദുവ്, നാം പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു. വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ സ്വർഗത്തിലെ വിലക്കപ്പെട്ട ആ വൃക്ഷത്തിൽ നിന്നും ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും കഴിച്ചപ്പോൾ അതിനെ തുടർന്ന് അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന്. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അങ്ങനെ ആ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദം അലൈഹിസ്സലാമയും ഹവ്വയും ഒരു നിശ്ചിത കാലം വരെ ഈ ഭൂമിയിൽ കഴിയേണ്ടി വരും. ആദം അലൈഹിസ്സലാമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ സന്താനങ്ങളും അവിടെ നിന്ന് അങ്ങോട്ട് താമസിക്കേണ്ടത് ഈ ഭൂമിയിലാണ്. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആ ഭൂമിയിൽ അള്ളാഹു അവർക്ക് വേണ്ടി ജീവിത വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞ ബഅലുകും ലിബഅലിൻ അദുവ്, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു എന്ന് പറഞ്ഞ ഇക്കാര്യം നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. ആദം അലൈഹിസ്സലാമിയെയും ഹവ്വാ ബീവിയെയും അതുപോലെ തന്നെ ഇബ്ലീസിനെയും അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ശത്രുക്കളായിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇബ്ലീസിന്റെ മനുഷ്യരോടുള്ള ശത്രുത പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു അവരെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ പിശാച് മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാക്കുന്ന ശത്രുതയും ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി അള്ളാഹു താക്കീത് നൽകിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിയെയും ഹവ്വാ ബീവിയെയും ഈ ഭൂമി ലോകത്തേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം പിതാവായ ആദം നബി അലൈഹിസ്സലാമിയിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലൂടെ ഇന്നും തുടരുന്ന ശത്രുതയുടെ ഒരു കഥയാണ് സഹോദരങ്ങളെ ഇബ്ലീസിന്റെ ചരിത്രം. ഒരിക്കലും ഒടുങ്ങാത്ത അഹങ്കാരവും മനുഷ്യനോടുള്ള അടങ്ങാത്ത പകയും മനുഷ്യന്റെ പുറകെ ഈ ഇബ്ലീസ് മനുഷ്യന്റെ പുറകെ കൂടി അവനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാചിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ ഒടുക്കത്തെ അഹങ്കാരവും അതുപോലെ തന്നെ മനുഷ്യനോടുള്ള പകയാണ് സഹോദരങ്ങളെ. അതിനുള്ള അനുമതി ഈ പിശാചിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇബ്ലീസ് പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖാല റബ്ബി ഫഅൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, എന്റെ രക്ഷിതാവേ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നീട്ടിത്തരണേ എന്നാണ്. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ തീർച്ചയായും നീ അവധി നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കുമെന്ന്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ആ നിശ്ചിത സന്ദർഭം വന്നെത്തുന്ന ദിവസം വരെ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഇബ്ലീസ് എന്താണ് പറഞ്ഞത്? ആ ദുഷ്ടൻ അള്ളാഹുവോട് പറഞ്ഞത്, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യുമെന്നാണ്. ഈ വിഷയങ്ങൾ സഹോദരങ്ങളെ സൂറത്തുൽ ഹിജ്റിലെ 36 മുതൽ 39 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവൻ സ്വീകരിക്കുന്ന മാർഗം ഇബ്ലീസ് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ ആ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല എന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. സൂറത്തുൽ അഅറാഫിലെ 16-17 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം നമ്മെ അറിയിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വളരെ ഗൗരവപൂർവം പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, തീർച്ചയായും പിശാചുണ്ടല്ലോ അവൻ നിങ്ങളുടെ ശത്രുവാകുന്നു, അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത്, ആ പിശാച് അവന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് അവർ നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന്
സൂറത്ത് ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ് സഹോദരങ്ങളെ. വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ ഒരു വിഷയമാണ് സഹോദരങ്ങളെ ഇത്. എന്നിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് തിന്മയാണ് എന്ന് അള്ളാഹു അറിയിച്ചു തന്ന, പിശാചിന്റെ പാതയാണ് എന്ന് അറിയിച്ചു തന്ന വഴിയാണ് സഹോദരങ്ങളെ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ പല ആളുകളും, ഭൂരിഭാഗം ആളുകളും ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മെ രസിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മെ അറിയിച്ചു തരുന്ന കഥകളല്ല, മറിച്ച് മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി ശപഥം ചെയ്ത ഇബ്ലീസ്, ആ ഇബ്ലീസിന്റെ ഗോത്രത്തെ പറ്റിയുള്ള ശരിയായ ബോധം മനുഷ്യനുണ്ടാകുവാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ മനുഷ്യനറിയാത്ത ഇത്തരം അദൃശ്യ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതോടുകൂടി തന്നെ ജിന്നിൽ നിന്ന് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഭാഗത്തെയും മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മറ്റൊരു വിഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും വിപുലമായ ഒരു പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് പണ്ഡിതന്മാര് നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുവാൻ വേണ്ടി ശപഥം ചെയ്തിട്ടുള്ള ഇബ്ലീസും അവന്റെ ഗോത്രക്കാരും ഓരോ മനുഷ്യനെയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ സഹോദരങ്ങളെ. മനുഷ്യന് നേരിൽ കാണാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണകളും ആശകളും അതുപോലെ തന്നെ ഒരു തരം മിഥ്യാബോധങ്ങളും ഇട്ടു തന്നുകൊണ്ട് ബഹുഭൂരിപക്ഷം മനുഷ്യരെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അതാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായി നമുക്ക് അറിയിച്ചു തരികയാണ്, ഞാൻ എന്റെ അടിമകളെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഋജു മനസ്സുള്ളവരായിക്കൊണ്ടാണ്. എന്നാൽ പിശാചുക്കൾ അവരുടെ അടുത്ത് ചെല്ലുകയും അവരെ അവരുടെ മതത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്തു. ഞാൻ അവർ അനുവദിച്ചതിനെ ആ പിശാചുക്കൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ഞാൻ ഒരു രേഖയും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒന്നിനെ എന്നോട് പങ്കു ചേർക്കാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വേറെ യാതൊന്നിനെയും ആരാധിക്കാതിരിക്കുക എന്ന വിഷയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തിൽ മനുഷ്യനെ തെറ്റിച്ചാൽ പിന്നെ ആ മനുഷ്യൻ മറ്റു നിലകളിൽ എത്ര നല്ലവനായി ജീവിച്ചു കഴിഞ്ഞാലും ആ മനുഷ്യന് രക്ഷ കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇബ്ലീസും അവന്റെ കൂട്ടാളികളും അവരുടെ കഴിവുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ആരാധനയുടെ കാര്യത്തിൽ മനുഷ്യനെ ആ നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന വിഷയത്തിലാണ് സഹോദരങ്ങളെ. ബിംബങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ, മലകൾ, നദികൾ, സമുദ്രങ്ങൾ, അതുപോലെ തന്നെ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ, ദേവീദേവന്മാർ, പിശാചുക്കൾ, മൂർത്തികൾ തുടങ്ങി അങ്ങനെ സകല വസ്തുക്കളെയും ശക്തികളെയും എല്ലാ കാലത്തുമുള്ള മനുഷ്യരിൽ ഒരു വലിയ വിഭാഗം ആരാധിച്ചു പോന്നിട്ടുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇതിന് അവരെ പ്രേരിപ്പിക്കുവാനും അത്തരം ബഹുദൈവ ആരാധന ഒരു മഹത്തായ കാര്യമാണ് എന്ന് അവരുടെ മനസ്സിൽ തോന്നിക്കുവാനും ഈ പിശാചുക്കൾക്ക് സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനല്ലാത്ത മുഴുവൻ ആരാധനകളും അത് പിശാചിനുള്ള ആരാധനകളാണ് എന്നാണ് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാ പ്രതിഷ്ഠകൾക്കും ആരാധന സ്വീകരിക്കുന്ന, ആരാധന ആസ്വദിക്കുന്ന, അതിൽ രസിക്കുന്ന പിശാചുക്കൾ അവർക്ക് മിത്രങ്ങളായിട്ടുണ്ടായിരിക്കുമെന്നാണ് സഹോദരങ്ങളെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബിംബാരാധന എന്നേക്കുമായി മക്ക പരിസരങ്ങളിൽ അവസാനിപ്പിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത്, ഇന്ന ശൈത്വാന ഖദ് ഐസ അൻ യഅ്ബുദഹുൽ മുസല്ലൂന ഫീ ജസീറത്തുൽ അറബ്. ജസീറത്തുൽ അറബിൽ നമസ്കരിക്കുന്ന ആളുകൾ തന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ പിശാച് നിരാശപ്പെട്ടിരിക്കുന്നു എന്നാണ്. വലാകിൻ ഫിത്തഹ്രീശി ബൈനഹും, എന്നാൽ അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആ പിശാച് അവൻ സന്തുഷ്ടനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. ഇബ്ലീസ് അവനുണ്ടാക്കുന്ന കുഴപ്പങ്ങളുടെ ആഴം അത് വളരെ വലുതാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുഴപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയാണ്, ഇബ്ലീസിന്റെ സിംഹാസനം അത് സമുദ്രത്തിന് മുകളിലാണ്, അവിടെ നിന്നും അവൻ അവന്റെ സൈന്യങ്ങളെ അയക്കും. അതായത് ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളെ ഇബ്ലീസ് അയക്കും. എന്തിനു വേണ്ടി? അവൻ ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടി. ഇബ്ലീസിന്റെ അടുക്കൽ അവരിൽ ഏറ്റവും മഹാൻ അവരിൽ നിന്ന് ഭയങ്കരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ് സഹോദരങ്ങളെ. അതേ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസ്. ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ടവർ വന്നുകൊണ്ട് പറയും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അതായത്
പറഞ്ഞത് ഞാൻ ഇന്ന കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ടവർ വന്നുകൊണ്ട് ഇബ്ലീസിനോട് പറയും. അപ്പോ ഇബ്ലീസ് നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അവരോട്. പിന്നീട് ഇബ്ലീസിന്റെ അടുക്കൽ മറ്റൊരാൾ വരും, എന്നിട്ട് പറയും ഞാൻ ഒരാളെ അവന്റെയും അവന്റെ ഭാര്യയെയും വേർപിരിക്കുന്നത് വരെ അവരെ വിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇബ്ലീസ് അവനെ അടുപ്പിച്ചുകൊണ്ട് പറയും നീ എത്ര നല്ലവനാണ് എന്ന്. ഇതാണ് സഹോദരങ്ങളെ പിശാച് മനുഷ്യന്റെ അടുക്കൽ അവനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. പിശാച് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ അതിലേറ്റവും അപകടം പിടിച്ചത് അത് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആരാധനയിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഈ പിശാചിന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടുന്നവർ ആരാണ് എന്ന് അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആരാണത്? ഇന്നഹു ലൈസ ലഹു സുൽത്താനും അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും തവക്കുലുള്ള ആളുകൾ അങ്ങനെ ഭരമേൽപ്പിക്കുകയും ചെയ്തവരാരോ അവരുടെ മേൽ അവന് ആ പിശാചിന് യാതൊരു അധികാരവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ഈ പിശാചിന്റെ അധികാരം അത് അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരുടെയും മേൽ മാത്രമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്തു നഹ്ലിലെ 99-100 ആയത്തുകളിലെ അള്ളാഹു ഈ കാര്യം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. ഇസ്ലാം തിന്മയാണ് എന്ന് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. കാരണം ഇസ്ലാം തിന്മയാണ് എന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം അത് പിശാചിന് ഇഷ്ടമുള്ള വഴികളാണ് എന്നർത്ഥം. അത് പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ.